ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്നിവിടെ നോക്കുന്നത് ഇഡ്ഡലി ദോശ ബാറ്റർ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പച്ചരി വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം. പക്ഷേ പച്ചരി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്ര തന്നെ സോഫ്റ്റായി കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇഡ്ഡലി റൈസ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഞാനിതിലേക്കൊരു 1/4 കപ്പോളം ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ടീസ്പൂണോളം ഉലുവ. ഇത് 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. ഇത് നന്നായി കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെക്കാൻ. നമ്മൾ ഉഴുന്നിലേക്ക് എടുത്ത വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ 2.5 കപ്പോളം വെള്ളമാണ് ഞാൻ ഉഴുന്നിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് മൂടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊരു 4 മണിക്കൂർ നമുക്ക് സാധാ ടെമ്പറേച്ചറിലും പിന്നീട് നമുക്ക് ഇത് ഫ്രിഡ്ജിലും ഒരു 2 മണിക്കൂർ, ലാസ്റ്റിൽ 2 മണിക്കൂർ ഫ്രിഡ്ജിലും വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മിക്സിയുടെ ജാറ് ഒരുപാട് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്നത്. ഇത് അരയ്ക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് നമുക്കൊരു 1/4 കപ്പ് വെള്ള അവിലെടുക്കാം. അവിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. ഇത് അരയ്ക്കുന്ന ടൈം കൊണ്ട് ഇത് കുതിർന്ന് കിട്ടും. നമുക്ക് ആദ്യം ഈ വെള്ള അവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററിൻ്റെ കളറ് ചേഞ്ച് ആവും. ഇതിപ്പോൾ ഞാനിതാ ഇവിടെ നമ്മുടെ അരിയും ഉഴുന്നും ഉലുവയും വെള്ളമൊക്കെ സ്റ്റെയിൻ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉഴുന്ന് കുതിർത്ത വെള്ളം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ബാറ്റർ അടിച്ചെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഉഴുന്നരക്കാം. ഉഴുന്ന് ആദ്യം വെള്ളം ഇല്ലാതെ അടിച്ചെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചിട്ട് വേണം നമുക്കത് അടിച്ചെടുക്കാൻ. നല്ല വെണ്ണ പരുവത്തിൽ അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പിന്നീട് നമുക്ക് ഈ അടിച്ച ജാറിലേക്ക് തന്നെ നമുക്ക് 2 ഭാഗമായിട്ട് നമ്മുടെ അരി അടിച്ചെടുക്കാവുന്നതാണ്. അതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് വെള്ളത്തിലാണ് നമ്മൾ മൊത്തത്തിൽ അരി അടിച്ചെടുക്കുന്നത്. അരിയും നന്നായിട്ട് അടിച്ചെടുക്കണം. എന്നാൽ കുറച്ചൊരു തരി ഉണ്ടായാലും നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നീട് നമ്മൾ ഈ അവിലും ഉലുവയും കൂടി അടിച്ചെടുത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, എന്നാലേ ഇത് നന്നായി പുളിച്ച് പൊന്തി വരുള്ളൂ. നമ്മുടെ കയ്യിലുള്ള ചില ബാക്ടീരിയകൾ ഇത് പുളിച്ചു പൊന്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ഇത് ഒഴിച്ച് വെക്കണം. ഇതിൻ്റെ അടപ്പ് ഒരുപാട് ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ചിട്ട് ഇത് അടച്ച് വെക്കരുത്. അത്യാവശ്യം ഒരു ലൂസിലുള്ള ഒരു അടപ്പ് വെച്ചിട്ട് വേണം നമ്മളിത് അടച്ച് വെക്കാൻ. ഇത് ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ നമ്മളിത് പുറത്ത് വെക്കണം. ഓരോ സ്ഥലത്തിലെ താപനില അനുസരിച്ചിരിക്കും ഇത് പുളിച്ചു പൊന്തുന്നതിൻ്റെ സമയം. ഞാനിവിടെ ഒരു 10 മണിക്കൂർ പുറത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം പുളിച്ചു പൊന്തിയോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ ഇത് 10 മണിക്കൂറിന് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കി നോക്കുന്നത്. നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇതിന് ഒരുപാട് പുളി ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊന്തിയിട്ട് വന്നിട്ടുണ്ട്. ഈ പത നമ്മൾ ഒരുപാട് ഇളക്കി ഒഴിവാക്കരുത് കേട്ടോ. ഈ പതയാണ് നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ സോഫ്റ്റ്നെസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പത ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഞാനിത് അരച്ചെടുത്ത സമയത്ത് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ പോയതാണ്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയാണ്. ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ എടുത്ത് പിന്നെ ദോശ ഉണ്ടാക്കിയാൽ മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ കിട്ടും. നമ്മുടെ ഇഡ്ഡലി തട്ടിൽ അല്പം നല്ലെണ്ണ മെഴുകുന്നത് നമുക്ക് പെട്ടെന്ന് ഈ ഇഡ്ഡലി വിട്ട് കിട്ടാൻ സഹായിക്കും. നല്ലെണ്ണ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിതാ നമ്മുടെ മാവ് നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കുകയാണ്. ഞാൻ ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡ്ഡലി തട്ടിൽ ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ 2 തട്ടിലും മാവ് ഒഴിക്കാം.
ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വേറെ ഏതെങ്കിലും റേഷ്യോയിലാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടുക. ഇഡ്ഡലി ആയാലും നമ്മുടെ ദോശയായാലും നല്ല സോഫ്റ്റായിട്ടും ദോശ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കിട്ടുക. നമ്മൾ ഉലുവ ചേർക്കുന്നത് ദോശയ്ക്ക് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ആ ദോശയ്ക്ക് നല്ലൊരു ബ്രൗൺ കളർ ഉണ്ടാവില്ല, അത് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. അപ്പം ഞാനിതിവിടെ ഇഡ്ഡലി മാത്രമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം അവിടെ തിളക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് നമ്മുടെ ഈ ഇഡ്ഡലി മാവ് ഒഴിച്ച തട്ട് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ വെള്ളം നന്നായി വെട്ടി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ തട്ട് വെച്ച് കൊടുക്കാം. തട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു ഹോളിൻ്റെ മീതിയായിട്ട് നമ്മളെ മേലെ വരുന്ന തട്ട് വെക്കരുത്. കാരണം നമ്മുടെ ആവി മേലേക്ക് വരാൻ സാധിക്കില്ല. അപ്പം ആ ഹോളിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് വേണം രണ്ടാമത്തെ തട്ട് വെക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ച് കൊടുക്കാം. അടച്ചു കൊടുക്കുന്നതിന് മുന്നായിട്ട് നമ്മളിത് ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. മേലേക്ക് ആവി എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആവി എത്തിയതിന് ശേഷം വേണം നമ്മളിത് ടൈറ്റാക്കി അടച്ച് കൊടുക്കാനായിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റാണ് ഇതിൻ്റെ ഒരു ടൈം വരുന്നത്, കുക്കിംഗ് ടൈം വരുന്നത്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു ഈ ഇഡ്ഡലി തയ്യാറാക്കാൻ ഒരുപാട് സമയം വേണമെന്ന്. പക്ഷേ എനിക്കിത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് വേവിച്ചെടുക്കാൻ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കുക. ഇത് നമ്മളെ ഇഡ്ഡലി നന്നായിട്ട് ഇവിടെ റെഡിയായി പൊന്തി വന്നിട്ടുണ്ട്. ഇഡ്ഡലി എടുത്ത ശേഷം ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം തെളിച്ച് വെക്കുക. ഇഡ്ഡലി ഒരുപാട് നേരം സോഫ്റ്റായി നിൽക്കാൻ അത് സാധിക്കും. ഇപ്പോൾ ഇതാ നമ്മളെ ഇഡ്ഡലി ഞാൻ നല്ല ഉള്ളിച്ചട്ടിനിയുടെ കൂടെയാണ് ഇന്ന് ഇഡ്ഡലി സെർവ് ചെയ്യുന്നത്. അടിപൊളി നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കണ്ടോ. 2 വിരലുകൊണ്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. നല്ല പ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, അടിപൊളി ടേസ്റ്റാണ്. നമുക്കിത് സാമ്പാറിൻ്റെയും വെള്ളച്ചട്ടിനിയുടെയും കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.